നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. ചുമ്മാ അത് ഒരു ടാക്സി എന്ന് പറഞ്ഞ ആപ്പിൻ്റെ വീഡിയോ എടുത്താണ്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്. ഒരു വ്ളോഗ് പോലെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ എടുക്കും പോലെ തന്നെയാണ് കേട്ടോ വീഡിയോസ് എടുത്തേക്കണേ. അവിടെ നിന്ന് ഇവിടെ നിന്ന് തട്ടിമുട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ പോലെ തന്നെ. എൻ്റെ കരിയറിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നവർക്കറിയാം ഇവിടുത്തെ കാര്യങ്ങൾ, ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലും കാര്യങ്ങളും എല്ലാം അതിൻ്റെ പുറകേക്കിടെയും ഓടുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലിയല്ല. അത് എന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇല്ലാതെയാവുന്ന കാര്യമാണ്. അത് ഞാൻ ഇന്നും ഇന്നലെയായിട്ട് പറയുന്നതല്ല, ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്. കുറേ പേർക്ക് നെഗറ്റീവ്സ് പറയാനുണ്ടാവും, കുറേ പേർക്ക് പോസിറ്റീവ്സ് പറയാനുണ്ടാവും. എനിക്കറിയാം എങ്ങനെയൊക്കെ പോയാലാണ് മുന്നോട്ട് പോകാൻ പറ്റുക നമുക്ക് ഒരു നിശ്ചയമൊക്കെ ഉണ്ടാവുമല്ലോ. സോ എത്ര നാളിങ്ങനെ പോകാൻ പറ്റുമോ അത്രയും നാളും അങ്ങനെ പോവും, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഈ വീഡിയോസ് അവിടെ നിന്നും ഇവിടെ നിന്നും പല ദിവസങ്ങളായിട്ട് എടുത്തിരിക്കുന്ന ഷോർട്സ് ആയിരിക്കുമെന്ന്. അപ്പോൾ 2 ഗ്ലാസ് അരി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എടുത്ത് കഴിക്കും. അങ്ങനെയാണ് അത്. നേരത്തോട്ട് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറി ഇരിപ്പുണ്ടായിരുന്നു, മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് മാങ്ങാക്കറി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് കൊളായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ചെറുപയർ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ സുഖീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് സുഖീൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. രാവിലെ എടുത്തപ്പോൾ തന്നെ അത് ഒരു ചെറിയൊരു എന്താ പറയുക, അത്യാവശ്യം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചൊന്ന് വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കിട്ടുന്ന സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കുറച്ചൊക്കെ എടുത്ത് ഓവനിലോട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ട് കഴിക്കുക. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ ഉപ്പിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കടലമാവ്, കുറച്ച് അരിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മൈദ, പിന്നെ അതുപോലെ കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് പഞ്ചസാര, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ഒന്ന് ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒരു എന്താ പറയുക, എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അത് എന്നെ പണ്ട് തൊട്ടേ കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആ ഒരു മിക്സ് അവിടെ തയ്യാറായി. ഇനി നമുക്ക് ശർക്കര കുറച്ചൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഞാനൊരു ഇച്ചിരി ഉണ്ടാക്കണുള്ളൂ, എനിക്ക് മാത്രമുള്ളത് പോരെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പക്ഷേ ഇത്തിരി വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടി പോയിട്ടോ ശർക്കര പാനിയിൽ. പിന്നെ ഞാൻ കുറച്ച് കളയുകയാണ് ചെയ്തത്. ഇത് നന്നായിട്ട് അലത്ത് വരണ വരെ ഞാനിങ്ങനെ ഉരുക്കിക്കൊണ്ടിരുന്നേ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ചെറുപയറില്ലേ, അതിനകത്തോട്ട് കുറച്ച് ഉരുക്കി വെച്ചിരുന്ന ഇതും പിന്നെ കുറച്ച് അവലും കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇട്ടു. എന്നിട്ട് ഉരുളകളാക്കിയിട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഇല്ലേ അതിനകത്തോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മോളിൽ മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളിതേ പൊരിക്കാൻ വേണ്ടി വെക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ഇച്ചിരി എണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളൂ. മുങ്ങാൻ പാത്രത്തിനോണ്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അത് ഒരു 3-4 എണ്ണ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരു ഇച്ചിരി ഞാൻ ഉണ്ടാക്കണുള്ളൂ. ബാക്കി എടുത്തിട്ട് ഒലത്തി എടുത്ത് വെക്കും കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആയാലും ഇല്ലെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവൂലേ. അതുപോലെ തന്നെ എൻ്റെ ഇന്നർ മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്തിട്ട് അത് തിന്നുമ്പോൾ ഉള്ളൊരു സന്തോഷം. അങ്ങനെ ഒരു 3-4 എണ്ണത്തിനുള്ള ഒരു ഉരുളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അവലിടുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എന്തെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് വൺ ഇതാണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ചെറിയ സുഖിയനാണ്, വലിയതൊന്നുമല്ല. കുറച്ച് കാപ്പിയും കൂടി ഉണ്ടാക്കി ഒരു കുഞ്ഞു കപ്പിലോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കാപ്പിയും ഇന്ന് സുഖിയനുമാണ് കേട്ടോ. ഇനി എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ എടുത്തിട്ട് ചൂടാക്കി കഴിക്കാം. അങ്ങനെയാണെങ്കിലും കഴിക്കാം. എനിക്കിപ്പോൾ രാത്രി കിടന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം വരില്ല കേട്ടോ. എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണും ഇതൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡാണ് കേട്ടോ. പക്ഷെ എനിക്ക് പകലും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, രാത്രിയും കിടന്നുറങ്ങാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഇടയ്ക്കേക്കിടെ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. കുറച്ച് സമയം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ വലിയ കാര്യമായിട്ട് മാറ്റി വയ്ക്കലൊന്നുമില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വിൻ്റർ തുടങ്ങിയ പിന്നെ കാലിൽ നിന്നൊക്കെ ഭയങ്കര മുരിച്ചിലാണ് കേട്ടോ. എത്ര ക്രീം തേച്ചാലും വീണ്ടും മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയും കാലിൽ തൂത്തിട്ട് കിടക്കേണ്ടി വരും. ആ ഒരവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈവനിങ്ങിലിട്ട് ഞാൻ കുറച്ച് ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. കുറച്ച് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇടിയപ്പാക്കാം. എന്ന് ഈ ചോറ് തിന്നണേക്കാളും ബെറ്റർ അല്ലേ. ചോറ് വെച്ചെന്ന് വെച്ചാൽ കേടാവത്തൊന്നുമില്ല. ഫ്രിഡ്ജിലോട്ട് വെച്ച് ആവശ്യമുള്ളപ്പോൾ എടുത്തൊക്കെ കഴിച്ചാൽ മതിയല്ലോ. ശരിക്കും പറഞ്ഞാൽ ചോറങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കഴിക്കുന്ന കൊള്ളത്തില്ല. എൻ്റെ സൗകര്യത്തിന് ഞാനത് ചെയ്യണു, അത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ രാവിലത്തെ പലഹാരമാണ് ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഈ രാവിലെ ഉണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി,
അതുപോലെ തന്നെ ഇടിയപ്പം അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ എന്താ പറയുക, അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഓരോന്നിങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയത്. എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ പാത്രങ്ങളൊക്കെ എവിടെ നിന്ന് ഇതിന് മാത്രം. ഞാൻ പകുതി പാത്രങ്ങളും എൻ്റെ ഒരുവിധം എല്ലാ പാത്രങ്ങളും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ, പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്ത കുറച്ച് പാത്രങ്ങൾ, അതുപോലെ തന്നെ ഈ സേവനാഴിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതുകൊണ്ട് എനിക്ക് തേങ്ങയുടെ ചിലവ് ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പുട്ടുണ്ടാക്കിയ തേങ്ങ വേണം, ഇടിയപ്പം ഉണ്ടാക്കിയ തേങ്ങ വേണം, എന്തെങ്കിലും കറി ഉണ്ടാക്കിയ അതിനകത്ത് തേങ്ങ വേണം, ഒലത്തി എനിക്ക് തേങ്ങ വേണം. ഈ ശീലങ്ങളെല്ലാം മാൾട്ടയിൽ വന്നതിന് ശേഷം തുടങ്ങിയിരിക്കുന്ന ശീലങ്ങളാണ് കേട്ടോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കിട്ടുന്ന സാധനമാണ് തേങ്ങയും കറിവേപ്പിലയും. എന്നിട്ട് പോലും ഞാൻ അതിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാൻ നേരെ ചുവ നിന്നിട്ടില്ല. ഇന്നത്തേക്ക് ഇടിയപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും നാളെ രാവിലത്തേക്ക് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതൽ ഉണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഈ മാവിൻ്റെ കണക്കുകൾ അറിയാൻ പാടില്ല, അതാണ് കൂടുതലായി പോകുന്നതും കുറവായി പോകുന്നതും ഒക്കെ. അപ്പോൾ എന്തായാലും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇന്നത്തേക്ക് നാളത്തേക്കോടെയും കൂടിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാണല്ലോ. മുട്ടക്കറിയും ഞാനിവിടെ പാല് പിഴിഞ്ഞ് മീൻസ് ഞാനിവിടെ തേങ്ങ പൗഡർ മേടിച്ചിട്ടുണ്ട്, കോക്കനട്ട് പൗഡർ മേടിച്ചിട്ടുണ്ട്, മിൽക്ക് പൗഡർ. അത് ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ പിന്നെ അരയ്ക്കോ അങ്ങനത്തെ വേണ്ടല്ലോ. പിന്നെ ഞാൻ ക്രീമോ ആയിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ 3-4 ദിവസത്തിനുള്ളിൽ എടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മളൊരു 2-3 ദിവസം അടുപ്പിച്ച് അങ്ങനെ എടുക്കൽ ഭയങ്കര കുറവായിരിക്കും. എന്നാലൊരു 4 ദിവസമൊക്കെ കിട്ടും കേട്ടോ. കേടാവും എന്ന് പറഞ്ഞാലും 4 ദിവസത്തേക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി താളിച്ച് പെട്ടെന്ന് തന്നെ മുട്ടക്കറി ആയിട്ടോ. തുടക്കത്തിൽ ഞാനൊരു പ്രൊമോഷൻ വീഡിയോയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ പ്രൊമോഷൻ വീഡിയോയുടെ ഔട്ട്ഡോർ 2 ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വീട്ടിലിരുന്ന് ഞാൻ എടുക്കുമ്പോൾ ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കധികം ഈ മൂവ് ചെയ്തിട്ടുള്ള ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ നടന്നു പോകുന്നത് ആ ഒരു ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് പുറത്ത് വെച്ചിട്ട് ഔട്ട്ഡോർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ ഒരു കോഫിയും കുടിച്ചു, ഒരു പയ്യും കഴിച്ചു കേട്ടോ. പയ്യാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ പേരെന്താന്ന്. ഒരു ചീസല്ല പീസ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് തോരൻ, നമ്മുടെ അച്ചിങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ഒലത്തി വെച്ചു. ചിക്കൻ ഉണ്ടായിരുന്നു, അത് 2 എടുത്തൊന്ന് വറുത്ത് വെച്ചു കേട്ടോ. വറുത്ത് എടുത്ത് വെച്ചു. നാളെ എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസങ്ങളായതുകൊണ്ട് കുറച്ച് ക്ലാസ് ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമായപ്പോൾ പള്ളിയുടെ ഒരു ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ പോന്നു കേട്ടോ. ഞാൻ അധികം നേരം അവിടെ ഉണ്ടായിരുന്നില്ല, വൈകുന്നേരമാണ് പോയത്. ഒരു 3 മണി ടു കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെറിജേച്ചി ഉണ്ടായിരുന്നു, സിജോ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ